ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഇപ്പം 2026 ഫെബ്രുവരിയിൽ നടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അപ്പോൾ നമ്മൾ 17 ചോദ്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 18ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. നമ്മുടെ ടേം സിമ്പിൾ റിലേറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനും, അതായത് കോർഡിനേഷൻ കെമിസ്ട്രി ആസ്പെക്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ടേം സിമ്പിൾ കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്. ടേം സിമ്പിൾ സാധാരണ എല്ലാ തവണയും 1-2 ചോദ്യം ടേം സിമ്പിൾ റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. നിങ്ങൾ അടുത്ത സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവർ ആയിട്ടും ടേം സിമ്പിൾ പഠിച്ചു വെച്ചിരിക്കുക. എല്ലാ തവണയും 1-2 ചോദ്യങ്ങൾ ടേം സിമ്പിൾ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ മാഗ്നറ്റിക് മൊമെന്റും സിമ്പിൾ ആണ്, അതും എല്ലാ തവണയും മിക്കവാറും തവണകളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് റെഫർ ചെയ്താലും മനസ്സിലാവും മാഗ്നറ്റിക് മൊമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ചോദ്യം നോക്കുക. ദ സ്പെക്ട്രോസ്കോപ്പിക് ടേം സിമ്പിൾ ആൻഡ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് സെൻട്രൽ മെറ്റൽ MnH2O6 × 3+ ഈസ്. അപ്പോൾ ഇവിടുത്തെ സ്പീഷ്യസ് ഏതാ? MnH2O6 3+ ആണ് നമ്മുടെ സ്പീഷ്യസ്. ഓക്കെ, എൻ്റെ കേസിലൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പീഷ്യസ്. അപ്പോൾ ഈ സ്പീഷ്യസിൻ്റെ കേസിൽ നമുക്ക് ടേം സിമ്പലും കണ്ടുപിടിക്കാനായിട്ടുണ്ട്, അവരുടെ മാഗ്നറ്റിക് മൊമെൻറ്റും കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമ്മുടെ ഈ സ്പീഷ്യസ് സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാണ്? സ്പീഷ്യസിൻ്റെ കേസിൽ മാംഗനീസ് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ആൻഡ് ആ മാംഗനീസ് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എക്സിബിറ്റ് ചെയ്യുന്നത്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മാംഗനീസിന്റെ കേസിൽ നമുക്കറിയാം, മാംഗനീസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 25 ആണ്. അപ്പോൾ യൂഷ്വലി കോൺഫിഗറേഷൻ വരുന്നത് 3d5 4s2 എന്നാണ് മാംഗനീസിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കേ, മാംഗനീസ് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പം 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെടണം. 2 ഇലക്ട്രോൺസ് 4sൽ നിന്ന് പോയി, 1 ഇലക്ട്രോൺ 3dയിൽ നിന്ന് പോയി. അപ്പോൾ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറും? 3d4 4s0 എന്നായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഈ 3d4 4s0 എന്ന് പറയുന്ന കോൺഫിഗറേഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം സിമ്പലും അതേപോലെ തന്നെ മാഗ്നറ്റിക് മൊമെന്റുമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഫസ്റ്റ് നമ്മുടെ ടേം സിമ്പൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, കോൺഫിഗറേഷൻ എന്താണ്? D4 ആണ് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ 4 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തു. ആൻഡ് L വാല്യൂസ് എല്ലാം കൊടുക്കാം. 0 +1 +2 -1 -2. ഓക്കെ, ഇനിയും ടേം സിമ്പിൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ജനറൽ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? 2s + 1 L J എന്നാണ് ടേം സിമ്പിൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ജനറൽ ഫോർമാറ്റ്. അപ്പോൾ അതിൽ 2s + 1നെ നമ്മൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ എസ് എന്ന് പറയുന്നത് ടോട്ടൽ സ്പിന്നാണ്. ടോട്ടൽ സ്പിൻ എസ് എത്രയാ? ഇവിടെ ഒരു ഹാഫ്, ഇവിടെ ഒരു ഹാഫ്, ഇവിടെ ഒരു ഹാഫ്, ഇവിടെ ഒരു ഹാഫ്. 4 ഹാഫ് ചേരുമ്പോൾ എസിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, അല്ലേ? അപ്പോൾ എസിന്റെ വാല്യൂ 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2s + 1 സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ് വേണ്ടുന്നത്. അപ്പോൾ 2 × 2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 2s + 1ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഓക്കെ, ഇനി L വാല്യൂസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്മോൾ L വാല്യൂസ് ആണ്. ക്യാപിറ്റൽ L വാല്യൂ എന്ന് പറയുന്നത് സം ഓഫ് ക്യാപിറ്റൽ L വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ അതാണ് L വാല്യൂ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ L വാല്യൂ, സ്മോൾ L വാല്യൂസിന്റെ എല്ലാം കൂടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ L വാല്യൂ കിട്ടും. അപ്പോൾ സ്മോൾ L വാല്യൂവിന്റെ സം നമുക്ക് നോക്കാം. +2ൽ ഒരെണ്ണം ഉണ്ട്, +1ൽ ഒരെണ്ണം ഉണ്ട്, 0ൽ ഒരെണ്ണം ഉണ്ട്, -1ൽ ഒരെണ്ണം ഉണ്ട്, അല്ലേ? അപ്പോൾ L വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്തു. +2 +1 0 -1 എന്ത് കിട്ടി? 2 എന്ന് കിട്ടി, അല്ലേ? എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ L വാല്യൂ നമുക്ക് 0 കിട്ടാം, 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, അല്ലേ? 0 കിട്ടുവാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ S എന്ന് കൊടുക്കുക. 1 കിട്ടുവാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ L എന്ന് കൊടുക്കുക. 2 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ D എന്ന് കൊടുക്കുക. 3 കിട്ടുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ F എന്ന് കൊടുക്കുക. നമുക്കിവിടെ എന്താ കിട്ടിയിട്ടുള്ളത്? 2 ആണ്. അപ്പോൾ നമ്മൾ എന്താ നൊട്ടേഷൻ ആണ് കൊടുക്കേണ്ടത്? D എന്നാണ് കൊടുക്കേണ്ടത്.
അപ്പോൾ ടേം സിമ്പൽ കിട്ടിയല്ലോ 5D. നമ്മൾ യൂഷ്വലി ജെ വാല്യൂടെ കണ്ടുപിടിക്കാറുണ്ട്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ 5D 3D 5P എന്നൊക്കെ തന്നിട്ടുള്ളൂ, ജെ വാല്യൂ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടില്ല. അപ്പം നമുക്കിവിടെ ജെ വാല്യൂ കണ്ടുപിടിക്കേണ്ട. നോർമലി നമ്മൾ ജെ വാല്യൂ കൂടെ കണ്ടുപിടിക്കാറുണ്ട്. യൂഷ്വലി ജെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ജെ വാല്യൂവിന് 3 വാല്യൂസ് വരാം. S+L വരാം, എസ് വരാം, S-L വരാം. അതായത് കോൺഫിഗറേഷൻ നോക്കിയിട്ടാണ് ജെ വാല്യൂ S+L ആണോ S-L ആണോ എസ് ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, നോക്കിക്കേ. അതായത് ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ജെ വാല്യൂ എന്ന് പറയുന്നത് എസിന് തുല്യമായിരിക്കും. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ് കോൺഫിഗറേഷൻ എങ്കിൽ S-L തുല്യമായിരിക്കും. മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ S+L തുല്യമായിരിക്കും. മനസ്സിലായോ? ഹാഫ് ഫിൽഡ് ആണെങ്കിൽ എസിന് തുല്യമായിരിക്കും ജെ വാല്യൂ. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് S-L അല്ല, L-S തുല്യമായിരിക്കും. ഓക്കെ, മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ L+S തുല്യമായിരിക്കും. ഹാഫ് ഫിൽഡ് ആണെങ്കിൽ എസിന് തുല്യമായിരിക്കും. ഇവിടെ നോക്കിക്കേ, കോൺഫിഗറേഷൻ ഏത് വിഭാഗത്തിൽ പെടും? ലെസ് ദാൻ ഹാഫ് ഫിൽഡ്. 5 ഇലക്ട്രോൺസ് വേണം ഹാഫ് ഫിൽഡ് ആവാൻ, ഇവിടെ 4 ഉള്ളൂ. അപ്പോൾ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആകുമ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്? L-S ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ L വാല്യൂ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചേ? 2. എസ് വാല്യൂ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചേ? അതും 2 ആണ്. അപ്പം 2 - 2 എന്താ? 0. അപ്പോൾ ഇവിടെ ജെയുടെ വാല്യൂ 0 ആണ്. അപ്പം ജെയുടെ വാല്യൂ കൂടെ സ്പെസിഫിക് ആയിട്ടായിരുന്നു ചോദിച്ചെങ്കിൽ 5D 0 എന്ന് തന്നെ. അത് വേണ്ട, നമുക്കിവിടെ ജെ ചോദിച്ചിട്ടില്ല. 2s+1 L മതി, 5D എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കൂടെ കണ്ടുപിടിക്കണം അല്ലേ? നോക്കാം. ഇതാണ് നമ്മുടെ സ്പീഷീസ്. ആൻഡ് മാംഗനീസ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ദാറ്റ് മീൻസ് അവരുടെ കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞു 3D4 4s0 എന്നാണ് കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് നോക്കാം. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണല്ലോ, അപ്പോൾ അവർ T2G EG എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, 4 ഇലക്ട്രോൺസ് ഉണ്ട്. കൂടെ വന്നിട്ടുള്ള എന്താണ് ലിഗാൻഡിന്റെ പ്രത്യേകത നോക്കിക്കേ. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ? വാട്ടർ ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ലോ സ്പിൻ കോംപ്ലക്സ് ആണോ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണോ ഫോം ചെയ്യുന്നത്? ലോ ഫീൽഡ് സ്ട്രെങ്ത് ഉള്ള ലിഗാൻസ് ആവുമ്പോഴത്തേന് ലോ ഫീൽഡ് സ്ട്രെങ്ത് ഉള്ള ലിഗാൻസ് ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇവരുടെ ഇടയിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന് ഈസിലി ജമ്പ് ചെയ്ത് EG മുകളിലോട്ട് പോവാം. പെയർ ചെയ്യത്തില്ല. പെയറിംഗ് എനർജീനെക്കാട്ടിൽ കുറവായിരിക്കും ഡെൽറ്റ ഓയുടെ വാല്യൂ. അപ്പോൾ അവർ ജമ്പ് ചെയ്ത് മുകളിലോട്ട് പോകും. ദാറ്റ് ഈസ് ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും യൂഷ്വലി വീക്ക് ഫീൽഡ് ലിഗാൻഡുകളുടെ കേസസിൽ ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുക. ഇങ്ങനെയായിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കേ, എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതായിരുന്നു. √n × n+2 ബോർ മാഗ്നറ്റോൺ BM എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. എത്രയുണ്ട്? 1 2 3 4 4 × 4 + 2 6. ദാറ്റ് ഈസ് √24 BM. √25 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ? അപ്പോൾ √24 എന്ന് പറഞ്ഞാൽ ഏകദേശം 4.9 റേഞ്ചിൽ വരും അല്ലേ? അപ്പോൾ നോക്കിക്കേ, നമുക്ക് കിട്ടി മാഗ്നറ്റിക് മൊമെന്റ് 4.9 BM എന്നും ആൻഡ് അവരുടെ ടേം സിമ്പൽ 5D എന്നും കിട്ടി. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതെന്ന് നോക്കാം. ഓപ്ഷൻ ബിയിൽ ഇതാണ്ട് 4.9 BM ആൻഡ് 5D എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അടുത്ത നോക്കുക, 19ാമത്തെ ചോദ്യം നോക്കുക. ഫ്രം ദി ഓർഗൽ ഡയഗ്രാം ഓഫ് ദി കോംപ്ലെക്സ് NiEn thrice 2+, 3 major transitions can be assigned. Identify the band which falls in the visible region. അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ഇവിടെ നമുക്ക് NiEn thrice 2+ എന്ന് പറയുന്ന സ്പീഷീസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഗൽ ഡയഗ്രാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3 ട്രാൻസിഷൻസ് പോസിബിൾ ആവും. ഓക്കെ, 3 ട്രാൻസിഷൻസ് പോസിബിൾ ആവും. അതിൽ വിസിബിൾ റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ട്രാൻസിഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ വിസിബിൾ റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഏതാണ് എന്നുള്ളത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ സ്പീഷീസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഗൽ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്, അതിൽ ഏതൊക്കെ ട്രാൻസിഷൻസ് പോസിബിൾ ആകും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓർഗൽ ഡയഗ്രാംസിന്റെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രൽ കണ്ടീഷൻസിൽ ഓരോ കോൺഫിഗറേഷൻസ് വരുമ്പോഴത്തേനും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ട്രാൻസിഷൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കേ, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ D4 D9 കോൺഫിഗറേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓർഗൽ ഡയഗ്രാം ഇങ്ങനെയാണ്. ലോവർ എനർജി EG ആൻഡ് ഹയർ ലെവൽ T2G ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സെയിം അതേപോലെയാണ് D1 D6 ടെട്രാഹെഡ്രലിൻ്റെ കേസിലും താഴെ EG മുകളിൽ T2 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒക്ടാഹെഡ്രലിൽ D4 D9 കോൺഫിഗറേഷനും ടെട്രാഹെഡ്രലിൽ D1 ആൻഡ് D6 കോൺഫിഗറേഷനും സിമിലർ ആണ്. ഓക്കെ, ടെട്രാഹെഡ്രലിൽ D1 D6 കോൺഫിഗറേഷനും ഒക്ടാഹെഡ്രലിൽ D4 D9 കോൺഫിഗറേഷനും സിമിലർ ആണ്. ആൻഡ് അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഗൽ ഡയഗ്രാം ആണിത്. T2G EG T2G എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒറ്റ തരത്തിലുള്ള ട്രാൻസിഷൻസേ അവരുടെ കേസിൽ പോസിബിൾ ആവുന്നുള്ളൂ അല്ലേ. എവിടെ EG ടു T2Gയിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ മാത്രമേ അവിടെ പോസിബിൾ ആവുന്നുള്ളൂ. ഇനി നേരെ തിരിയും. അതായത് ഒക്ടാഹെഡ്രലിലെ D1 D6 കോൺഫിഗറേഷനും ടെട്രാഹെഡ്രലിലെ D4 D9 കോൺഫിഗറേഷനെയും കറസ്പോണ്ടിങ് ആയിട്ട് നേരെ തിരിച്ചാണ്. അതായത് ഇവിടെ EG T2G എന്നുള്ളതിന് പകരം ഇവിടെ T2G EG എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റിംഗ് വരിക. അതായത് ഇവിടെ ട്രാൻസിഷൻ നടക്കുന്നത് T2G ടു EGയിലോട്ടായിരിക്കും ട്രാൻസിഷൻ നടക്കുന്നത്. മനസ്സിലായോ? ലോവർ ലെവൽ ടു ഹയർ ലെവലിലോട്ടുള്ള ട്രാൻസിഷൻസ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പുറത്ത് ഒക്ടാഹെഡ്രൽ D3 D8 അല്ലെങ്കിൽ ടെട്രാഹെഡ്രലിലെ D2 D7 കറസ്പോണ്ടിങ്. ഓക്കെ, ഒക്ടാഹെഡ്രലിലെ D3 D8 ആൻഡ് ടെട്രാഹെഡ്രലിലെ D2 D7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. നോക്കാം, A2G T2G T1G T1G. ഈ T1G എന്ന് പറയുന്നത് ഫ്രം F ഓർബിറ്റൽ ആൻഡ് ഈ T1G എന്ന് പറയുന്നത് ഫ്രം P ആണ്. കേട്ടോ, നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഇവിടെ എന്താ 2 T1G വന്നേന്നുള്ളത്. അത് നമ്മൾ ഈ ഓർഗൽ ഡയഗ്രാംസിന്റെ റെപ്രസെന്റേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു T1G എന്ന് പറയുന്നത് Fന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്, ഒരു T1G എന്ന് പറയുന്നത് Pയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ A2G T2G T1G എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇനി D2 D7 ഒക്ടാഹെഡ്രൽ ആൻഡ് D3 D8 ടെട്രാഹെഡ്രലിന്റെ കറസ്പോണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിയും. അതായത് ഈ T1G ഇവിടെ വരും, ദെൻ T2G T1G A2G എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പം ജനറൽ ആയിട്ട് ഇതങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. അതായത് ആദ്യം നമ്മൾ പഠിച്ചു ഒക്ടാഹെഡ്രൽ D4 ആൻഡ് D9 ആൻഡ് ടെട്രാഹെഡ്രൽ D1 ആൻഡ് D4 കറസ്പോണ്ടിങ് D1 ആൻഡ് D6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് EG T2G എന്നാണ്. ഇനി അത് നേരെ തിരിയുമ്പോൾ അതായത് ഒക്ടാഹെഡ്രൽ D1 ആൻഡ് D6 ടെട്രാഹെഡ്രൽ D4 ആൻഡ് D9 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് വരുമ്പോൾ T2G താഴെ EG മുകളിലായിട്ട് വരും. ഇനി ഒക്ടാഹെഡ്രലിന്റെ D3 D8 ടെട്രാഹെഡ്രലിന്റെ D2 D7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് വരുമ്പോഴത്തേന് എങ്ങനെ വരും? A2G T2G T1G T1G എന്ന് വരും. ഓക്കെ, ഇനി അത് നേരെ തിരിയുമ്പോഴത്തേന് അതായത് ടെട്രാഹെഡ്രലിന്റെ ഒക്ടാഹെഡ്രലിന്റെ D2 D7 ടെട്രാഹെഡ്രലിന്റെ D3 D8 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ T1G T2G T1G A2G എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർഗൽ ഡയഗ്രത്തിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നോക്കിക്കേ, നമ്മുടെ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ NiEn ത്രൈസ് 2+ ആണ്. അതായത് Ni2+ സ്പീഷീസ് ആണ്. നിക്കൽ എന്ന് പറയുന്നത് D8 കോൺഫിഗറേഷൻ ആണ്. ആൻഡ് EN എന്ന് പറയുന്നത് ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അപ്പോൾ ഇത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് അല്ലേ? കാരണം EN ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അപ്പോൾ മൊത്തത്തിൽ 3 EN ഉള്ളതുകൊണ്ട് 3 2s are 6, 6 ബോണ്ടിങ് പോയിട്ടുണ്ട്. അപ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒക്ടാഹെഡ്രൽ D8 കോംപ്ലക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ള NiEn ത്രൈസ് 2+ എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ D8 കോംപ്ലക്സ് ആണ്. മനസ്സിലായില്ലേ? ഒക്ടാഹെഡ്രൽ D8 കോംപ്ലക്സ് ആണ്. അപ്പോൾ ഒക്ടാഹെഡ്രൽ D8 കോംപ്ലക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഗൽ ഡയഗ്രം ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അവിടെ ഏതൊക്കെ ട്രാൻസിഷൻസ് പോസിബിൾ ആണ്? A2G ടു T2G, A2G ടു T1G, ദെൻ A2G ടു T1G F ഉണ്ട്, A2G ടു T1G Pയിലേക്കും ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം. A2G ടു T2G, A2G ടു T1G F,
A2G to T1G P. ഈ 3 ട്രാൻസിഷൻസ് ആണ് ഒക്ടാഹെഡ്രൽ D8 കോംപ്ലക്സിന്റെ കേസിൽ പോസിബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻസ്. അപ്പോൾ അതിൽ ഏതൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. A2G to T1GF, പിന്നെ A2G to T2G, A2G to T1GP. ഓക്കെ, അപ്പോൾ ഇത് 3 ട്രാൻസിഷൻസ് ആണ് ആദ്യത്തെ 3 ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഏതാണ് വിസിബിൾ റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് 3 ട്രാൻസിഷൻസ് എന്നുള്ളത് നമുക്ക് പിടികിട്ടി. A2G to T2G ഉണ്ട്, A2G to T2GF ഉണ്ട്, A2G to T2GP ഉണ്ട്. അപ്പോൾ അതിൽ വിസിബിൾ റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏറ്റവും ലോവസ്റ്റ് എനർജി വേണ്ടുന്നത് ഏതാ? A2Gയിൽ നിന്ന് തൊട്ടടുത്തായിട്ടുള്ള T2Gയിലേക്കുള്ള ട്രാൻസിഷൻ ആണ് ഏറ്റവും ലോവസ്റ്റ് എനർജി. അതിനെക്കാട്ട് ഇച്ചിരിയും കൂടെ എനർജി വേണ്ടുന്നത് ഏതാണ്? A2Gയിൽ നിന്ന് അടുത്തത് T1GFയിലേക്കുള്ള ട്രാൻസിഷൻ ആണ്. അതിന്റെ ഏറ്റവും കൂടുതൽ എനർജി വേണ്ടുന്നത് A2Gയിൽ നിന്നും T1GPയിലേക്കുള്ള ട്രാൻസിഷൻ ആണ് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടുന്നത് അല്ലേ? അതാണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ, ഇതിന് ഏറ്റവും കുറവ് എനർജി, ഇതിന് അതിനെക്കാട്ടി ഇച്ചിരി കൂടെ എനർജി, ഇതിന് ഏറ്റവും കൂടുതൽ എനർജി അല്ലേ? അപ്പം നോക്കിയേ, ഏറ്റവും കുറവ് എനർജി വേണ്ടുന്നത് യൂഷ്വലി നിയർ ഇൻഫ്രാറെഡ് റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ടും, ഇന്റർമീഡിയറ്റ് എനർജി വേണ്ടുന്നത് വിസിബിൾ റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ടും, ഏറ്റവും കൂടുതൽ എനർജി വേണ്ടുന്നത് UV റീജിയന്റെ കറസ്പോണ്ടിങ്ങുമായിട്ടും ആയിരിക്കും വരിക. ഓക്കെ, ഏറ്റവും കുറവ് എനർജി വേണ്ടുന്നത് നിയർ IR റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ട്, ഇന്റർമീഡിയറ്റ് എനർജി വേണ്ടുന്നത് വിസിബിൾ റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ട്, ഏറ്റവും കൂടുതൽ എനർജി വേണ്ടുന്നത് ഏതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും? ഏറ്റവും കൂടുതൽ എനർജി വേണ്ടുന്നത് UV റീജിയന്റെ കറസ്പോണ്ടിങ്ങുമായിട്ടും. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇന്റർമീഡിയറ്റിൽ വരുന്ന A2G to T1GF, അതാണ് വിസിബിൾ റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഒന്നുമില്ല, നിങ്ങൾ എന്താണ് ജസ്റ്റ് ഓർഗൽ ഡയഗ്രംസ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇതാണ്ട് ഇതൊന്ന് കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അത് സിമ്പിളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഒക്ടാഹെഡ്രലിലെ D4, D9, ടെട്രാഹെഡ്രലിലെ D1, D6. ഓക്കെ, അതിൻ്റെ എന്താണെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ തിരിയും, ഈ കണ്ടീഷൻ നേരെ തിരിയും. അതായത് ഒക്ടാഹെഡ്രൽ D1, D6ഉം ടെട്രാഹെഡ്രൽ D4, D9 ആവുമ്പോൾ ഇത് നേരെ അങ്ങ് തിരിയുമെന്നേ ഉള്ളൂ. അതേപോലെ ഇവിടെ പക്ഷേ നേരെ തിരിയുമല്ല, തിരിയുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ആ ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ ഓർഗൽ ഡയഗ്രം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, യൂഷ്വലി ഇന്റർമീഡിയറ്റിൽ വരുന്ന ഒന്ന് IR ആയിരിക്കും, ഒന്ന് വിസിബിൾ ആയിരിക്കും, ഒന്ന് UV ആയിരിക്കും. അപ്പോൾ നടുക്ക് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും വിസിബിൾ. അപ്പോൾ അതൊന്നും കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സിമ്പിൾ ലോജിക്ക് യൂസ് ചെയ്തിട്ട് ഓർഗൽ ഡയഗ്രം അറിയാവുന്ന ഒരാൾക്ക് സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ചോദ്യമായിരുന്നു കേട്ടോ. അപ്പം ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം, 20ാമത്തെ ചോദ്യം നോക്കാം. പ്രൊപ്പിലീൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഐസോടാക്റ്റിക് പോളിപ്രൊപ്പിലീൻ യൂസിങ് ക്ലോറോ ട്രിസ് ട്രൈഫിനൈൽ ഫോസ്ഫൈൻ റോഡിയം 1 TiCl3Al ET twice Cl NaIO4 ഓസ്മിയം ടെട്രോക്സൈഡ് BiNAP ബിനാം. അപ്പോൾ ഇതിൽ കൺവേർഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം. പ്രൊപ്പിലീനെ ഐസോടാക്റ്റിക് പോളിപ്രൊപ്പിലീൻ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ഏത് റിയേജന്റ് യൂസ് ചെയ്യാം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ ഓർഗാനിക് പാർട്ടിൽ നിന്നാന്ന് വിചാരിക്കും, പക്ഷേ ആക്ച്വലി നമ്മൾ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു റിയാക്ഷനാണിത്. നമ്മളൊരു ഓർഗാനോമെറ്റാലിക് റിയേജന്റിനെയാണ് നമ്മളിവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു റിയാക്ഷൻ നടത്തിക്കുന്നത്. അത് ആരായിരുന്നു? നോക്കിക്കേ, നമ്മുടെ സീഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റ് ഓർമ്മയുണ്ടോ? നോക്കിക്കേ, സീഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നോക്കിക്കേ, സീഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 parts, a transition metal compound and an organo-aluminium compound. ഓക്കെ, അപ്പോൾ സീഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റ് നമ്മൾ യൂഷ്വലി പഠിക്കുന്ന സമയത്ത് ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് പഠിക്കുന്നത് അല്ലേ? ഇന്നത് പ്ലസ് ഇന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ കോമ്പിനേഷൻ ആയിട്ടാണ് പഠിക്കുന്നത് അല്ലേ? അതിൻ്റെ അകത്ത് ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ മെറ്റലിന്റെ ഭാഗമായിരിക്കും, ആൻഡ് മറ്റേ ഭാഗം എന്ന് പറയുന്നത് ഓർഗാനോ അലൂമിനിയം കോമ്പൗണ്ടും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസിഷൻ മെറ്റലിന്റെ കോമ്പൗണ്ടും ഒരു ഓർഗാനോ അലൂമിനിയം കോമ്പൗണ്ടിന്റെയും കൂടെ കോമ്പിനേഷനാണ് ആക്ച്വലി നമ്മുടെ സീഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് യൂഷ്വലി ടൈറ്റാനിയാണ് നമ്മൾ മെയിൻലി കേട്ടിട്ടുള്ളത്. ടൈറ്റാനിയം കൂടാണ്ട് സിർക്കോണിയം, ഹാഫ്നിയവും ഒക്കെ ആ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട് ആയിട്ട് വരാം. എന്നാലും മോസ്റ്റ് കോമൺലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോമ്പോസിഷനകത്ത് സീഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റിനകത്ത് വരുന്നത് ടൈറ്റാനിയത്തിൻ്റെ കോംപ്ലക്സ് ആണ് ആ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്.
ഓർഗാനോ അലൂമിനിയം കോമ്പൗണ്ട്സ് കണ്ടൈൻസ് ബോണ്ട്സ് ബിറ്റ്വീൻ അലൂമിനിയം ആൻഡ് കാർബൺ ആറ്റംസ്. അത് കൂടാണ്ട് ഈ പറയുന്ന ടൈറ്റാനിയം കോമ്പൗണ്ട് കൂടാണ്ട് ഓർഗാനോ അലൂമിനിയം കോമ്പൗണ്ടും കൂടി ഉണ്ട് അല്ലെ. അപ്പോൾ അവിടെ കാർബൺ അലൂമിനിയത്തിന്റെ ഇടയിൽ ബോണ്ട് വരുന്ന ടൈപ്പിലുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും അവിടെ യൂഷ്വലി ഉള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്ലർ നാട്ട കാറ്റലിസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് TiCl4 ET thrice Al അല്ലെങ്കിൽ TiCl3 plus Al ET twice Cl ഒക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ടൈറ്റാനിയം ബേസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ട്, ഓർഗാനോ അലൂമിനിയം കോമ്പൗണ്ട് ഉണ്ട്. അതിന്റെ രണ്ടിനെയും കൂടെ മിക്സ്ചർ ആണ് നമ്മുടെ സിഗ്ലർ നാട്ട കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് TiCl3 ET AlCl2 ആണ്. നമ്മൾ ET twice AlCl ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് സിഗ്ലർ നാട്ട കാറ്റലിസ്റ്റ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിഗ്ലർ നാട്ട കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത് നോക്കിക്കേ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി പോളിമറൈസേഷൻ ഓഫ് ഓളിഫീൻസ് ഓർ വൺ ആൽക്കീൻസ്. ഓളിഫീൻസ് അല്ലെങ്കിൽ വൺ ആൽക്കീൻസിന്റെ പോളിമറൈസേഷൻ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിഗ്ലർ നാട്ട കാറ്റലിസ്റ്റുകളെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്ലർ നാട്ട കാറ്റലിസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഹൈ ആൻഡ് ലോ ഡെൻസിറ്റി പോളിത്തീൻസ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് തെർമോപ്ലാസ്റ്റിക് പോളിയോളിഫീൻസ്, പോളിബ്യൂട്ട്ലീൻസ്, കാർബൺ നാനോ ട്യൂബ്സ്, നാനോ കോമ്പോസിറ്റ്സ്. ഇതിൻ്റെയൊക്കെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സിഗ്ലർ നാട്ട കാറ്റലിസ്റ്റുകളെ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ഇവിടെ അത് തന്നെയല്ലായിരുന്നു ചോദിച്ചിരുന്നത്. പ്രൊപ്പിലീനെ, അതായത് ഓളിഫീൻസ് അല്ലെങ്കിൽ ആൽക്കീൻസിനെ പോളിപ്രൊപ്പിലീൻ അതിൻ്റെ പോളിമർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാണ് അല്ലേ. അപ്പം ഇവിടെ അത് തന്നെയല്ലായിരുന്നു പറഞ്ഞിരുന്നത്. പോളിമറൈസേഷൻ ഓഫ് ഓളിഫീൻസ്, ഓളിഫീൻസിന്റെ പോളിമറൈസേഷൻ അല്ലേ പ്രൊപ്പിലീനെ പോളിപ്രൊപ്പിലീൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിമറൈസേഷൻ ഓഫ് ഓളിഫീൻസ് ആണ് അല്ലേ. അവിടെ നമ്മൾ ആരെയാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? സിഗ്ലർ നാട്ട കാറ്റലിസ്റ്റുകളെയാണ്. ഈ കൂട്ടത്തിൽ ആരാണ് സിഗ്ലർ നാട്ട കാറ്റലിസ്റ്റ്? TiCl3 plus Al ET twice Cl ആണ് നമ്മുടെ സിഗ്ലർ നാട്ട കാറ്റലിസ്റ്റ്. സോ അയാളാണ് ഈ പറയുന്ന പോളിമറൈസേഷൻ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന റിയേജന്റ്. ഓക്കെ, അപ്പം ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെ അല്ലായിരുന്നോ? ഓക്കെ, അപ്പം അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം നോക്കാം. The deoxy form of hemocyanin is colorless and contains CO in +2 oxidation state, Fe in +2 oxidation state, Cu in +1 oxidation state and manganese in +2 oxidation state. അപ്പം നമ്മുടെ ബയോ ഇനോർഗാനിക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹീമോസയാനിൻ്റെ അകത്ത്, ഹീമോസയാനിൻ്റെ കേസിൽ അത് ഓക്സി ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡിയോക്സി ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡിയോക്സി ഫോമിൻ്റെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു വേണം. അവരുടെ ഡിയോക്സി ഫോമിൻ്റെ അകത്ത് ഏത് മെറ്റൽ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ കൊബാൾട്ട് ഇൻ +2 ആണോ, അയൺ ഇൻ +2 ആണോ, കോപ്പർ ഇൻ +1 ആണോ, മാംഗനീസ് ഇൻ +2 ആണോ എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്ക് നോക്കാം. ഹീമോസയാനിൻ neither copper containing pigment which contains neither the heme group nor cyanide ion. അപ്പം നമുക്ക് സാധാരണ ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് വരുന്ന ഒന്നാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ ഹീം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസിനകത്ത് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, സൈറ്റോക്രോംസ്, ഹീമോസയാനിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. അപ്പം നമ്മൾ വിചാരിക്കും ഹീമോസയാനിൻ പേരിൻ്റെ അകത്ത് തന്നെ ഒരു ഹീം ഉണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ഹീം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. പക്ഷേ ഹീമോസയാനിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹീം ഗ്രൂപ്പും പ്രസൻ്റ് ആയിട്ടില്ല, സയനോജൻ ഗ്രൂപ്പും പ്രസൻ്റ് ആയിട്ടില്ല കേട്ടോ. പേരിൽ നമ്മളെ ഒന്ന് ഡിവീറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള പേരാണ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ഹീം ഗ്രൂപ്പോ അല്ലെങ്കിൽ ഈ സയനോജൻ ഗ്രൂപ്പ്സോ ഒന്നും തന്നെ എന്തിൽ പ്രസൻ്റ് ആയിട്ടില്ല, ഈ പറയുന്ന ഹീമോസയാനിൻ്റെ അകത്ത് പ്രസൻ്റ് ആയിട്ട് വരുന്നില്ല. ദ നെയിം സിംപ്ലി മീൻസ് ബ്ലൂ ബ്ലഡ് കേട്ടോ. ഹിമോസയാനിൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് തന്നെ എന്താണ്? ബ്ലൂ ബ്ലഡ് എന്നാണ് മീനിങ്. ഹിമോസയാനിൻസ് ആർ ഫൗണ്ട് ഇൻ മെനി സ്പീഷീസ് ഇൻ മോളിസസ് ആൻഡ് ആർത്രോപോഡ്സ്. യൂഷ്വലി മോളിസസ് ആൻഡ് ആർത്രോപോഡ് സ്പീഷീസിലാണ് യൂഷ്വലി പറയുന്ന ഹിമോസയാനിൻ പ്രസന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു മെറ്റൽ സെൻറ്റർ വരുന്നത് കോപ്പർ ആണ് കേട്ടോ. ഹീമോസയാനിൻ്റെ അകത്ത് മെറ്റൽ സെൻറ്റർ ആയിട്ട് വരുന്നത് അയൺ അല്ല, കോപ്പർ ആണ്. അത് തന്നെ ഇവർ ഓക്സി ഫോമിലും ഡിയോക്സി ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്സി ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുമ്പം കോപ്പർ തന്നെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. പക്ഷേ ഡിയോക്സി ഫോമിലാണ് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കോപ്പർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുമായിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പം അത് ഓർത്ത് വെച്ചിരിക്കുക. കോപ്പർ ആണ് മെറ്റൽ സെൻറ്റർ ആയിട്ട് ഹീമോസയാനിൻ്റെ കേസിൽ വരുന്നത്. ഈ ഹീമോസയാനിൻ തന്നെ ഓക്സി ഫോമിലും ഡിയോക്സി ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്സി ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേന് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് കോപ്പർ മെറ്റൽ സെൻറ്റർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡിയോക്സി ഫോമിലേക്ക് വരുമ്പോഴത്തേന് കോപ്പർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ.
അപ്പോൾ ഏതാണ് കറക്റ്റ്? സോറി, നമ്മൾ പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയേ. ഡിയോക്സി ഫോമിലാണ് +1 ആൻഡ് ഓക്സി ഫോമിൽ +2 ആണ്. ഞാൻ പറഞ്ഞത് തിരിച്ചാണെന്ന് തോന്നുന്നു. തിരിച്ചാണ് കേട്ടോ. ഡിയോക്സി ഫോമിൽ +1 ഓക്സി ഫോമിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡിയോക്സി ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. സോ കോപ്പർ +1 എന്നുള്ളത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 22ാമത്തെ ചോദ്യം. ദ റിയേജന്റ് യൂസ്ഡ് ഇൻ എഡ്മാൻ ഡിഗ്രഡേഷൻ ഓഫ് സീക്വൻസിങ് അമിനോ ആസിഡ്. അപ്പോൾ അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എഡ്മാൻ ഡിഗ്രഡേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ എഡ്മാൻ ഡിഗ്രഡേഷൻ മെത്തേഡിൽ നമ്മൾ റിയേജൻ്റ് ആയിട്ട് ഈ കൊടുത്തിട്ടുള്ളതിൽ ആരെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. PHNC ഡബിൾ ബോണ്ട് O, PHSCN, PHNCS, PHOCN. അപ്പോൾ ഇതിലാരെയാണ് നമ്മൾ എഡ്മാൻ ഡിഗ്രഡേഷൻ റിയാക്ഷൻസിൽ ഈ പറയുന്ന അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസിങ്ങിൽ റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കുക, എഡ്മാൻ ഡിഗ്രഡേഷൻ ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ഫോർ സീക്വൻസിങ് അമിനോ ആസിഡ്സ് ഇൻ പെപ്റ്റൈഡ്സ്. അപ്പോൾ പെപ്റ്റൈഡ്സിനകത്തുള്ള അമിനോ ആസിഡുകളെ സീക്വൻസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എഡ്മാൻ ഡിഗ്രഡേഷൻ മെത്തേഡ് കേട്ടോ. അമിനോ ആസിഡ് ഈ പെപ്റ്റൈഡ്സിനകത്തുള്ള അമിനോ ആസിഡുകളെ സീക്വൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എഡ്മാൻ ഡിഗ്രഡേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദ എഡ്മാൻ ഡിഗ്രഡേഷൻ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ the principle that single amino acid residues can be modified chemically such that they can be cleaved from a chain without disrupting the bonds between any other residues. Noka, in Edman degradation method is based on the principle that single amino acid residues can be modified chemically such that they can be cleaved from the chain without disrupting the bonds between any other residues. അപ്പം നമ്മൾ പറഞ്ഞു ഈ പെപ്റ്റൈഡ് ചെയിൻസിൽ നിന്നും സിംഗിൾ ആമിനോ ആസിഡ് റെസിഡ്യൂസിനെ നമ്മൾ സീക്വൻസ് ചെയ്യുകയാണ് എഡ്മാൻ ഡിഗ്രഡേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ആമിനോ ആസിഡ് റെസിഡ്യൂവിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ക്ലീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലീവ് ചെയ്തെടുക്കുന്ന സമയത്ത് മറ്റ് ബോൺസുകളൊന്നും ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള ചേഞ്ചസും വരാത്ത രീതിയിലാണ് ഓരോ ആമിനോ ആസിഡ് റെസിഡ്യൂസിനെയും നമ്മൾ ക്ലീവ് ചെയ്ത് ഈ ഒരു മെത്തേഡ് വഴി സീക്വൻസ് ചെയ്ത് എടുക്കാറുള്ളത്. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ് നോക്കുക. ഇൻ എഡ്മാൻ ഡിഗ്രഡേഷൻ ദ പ്രൈമറി റിയേജന്റ് യൂസ്ഡ് ടു സീക്വൻസ് അമിനോ ആസിഡ്സ് ബൈ ലേബലിംഗ് ദ എൻ ടെർമിനൽ ഈസ് ഫിനൈൽ ഐസോതയോസൈനേറ്റ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് എഡ്മാൻസ് റിയേജന്റ് കേട്ടോ. അപ്പോൾ എഡ്മാൻ ഡിഗ്രഡേഷൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ് എഡ്മാൻസ് റിയേജന്റ്. ആൻഡ് അവിടെ എൻ ടെർമിനലിലാണ് നമ്മൾ ഈ പ്രൈമറി റിയേജന്റിനെ ലേബൽ ചെയ്യുന്നത്. ആൻഡ് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ്? ഫിനൈൽ ഐസോതയോസൈനേറ്റ് ആണ് കേട്ടോ. ഫിനൈൽ ഐസോതയോസൈനേറ്റ് SCN ആണ് കേട്ടോ. അപ്പം ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്? ഇവിടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ PHSCN ഉണ്ട് NCS ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂഷ്വലി ഡൗട്ട് വരും അല്ലേ? കാരണം നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത് ഫിനൈൽ ഐസോതയോസൈനേറ്റ് ആണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? പക്ഷെ ഒരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്. ഏത് സൈഡിൽ കൂടെയാണ് ലേബിൾ ചെയ്തിട്ടുള്ളത്? എൻ ടെർമിനൽ ആണ് ലേബിൾ ചെയ്തിട്ടുള്ളത് അല്ലേ? ഇവിടെ ആവുമ്പോഴോ സൾഫർ ആണ് ലേബിൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴാണ് നൈട്രജൻ ലേബിൾ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള റീജന്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി PHNCS കേട്ടോ. ഫിനൈൽ ഐസോതയോസൈനേറ്റിൽ തന്നെ ലേബലിംഗ് ത്രൂ നൈട്രജൻ നടക്കുന്നതാണ് ആക്ച്വലി എഡ്മാൻ ഡിഗ്രഡേഷൻ റിയാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ബാക്കി ചോദ്യങ്ങളുണ്ട്. സോ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.